2022 ഖത്തറിൽ വെച്ചിട്ട് വേൾഡ് കപ്പ് അടിച്ച സമയത്ത് വേൾഡ് കപ്പ് റിഗ്ഡാണ്, ഫിഫ റിഗ്ഡാണെന്ന് പറഞ്ഞ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുറേ വിവരം കെട്ട ഫാൻസും ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, അന്ന് മെസ്സിക്ക് ഈ കണ്ട രാജ്യങ്ങളൊക്കെ സ്വാധീനിച്ച് ഇതൊക്കെ റിഗ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിരുന്നെങ്കിൽ മെസ്സി വിചാരിച്ച ഇത്തവണ റിഗ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരന്നത് പറയുമ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല വീണ്ടും ഒരവസരം വേൾഡ് കപ്പിനായിട്ട് ഇറങ്ങാൻ വേണ്ടി കിട്ടുമെന്നുള്ളത്. ഇവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ 6 പാക്ക് കണ്ടിട്ടൊക്കെയാണ് ഫാൻസ് ആയിരിക്കുന്നത്. എവിടോ എൻ്റെ ജിമ്മിലേക്ക് പോവാ, അവിടെ ഭൂരിഭാഗം ആൾക്കാർക്കും 6 പാക്ക് ഉണ്ട്. പക്ഷേ മെസ്സിയെ പോലെ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യത്തിൽ മറ്റാരേക്കാളും ടോപ്പിലെത്തി അപൂർവങ്ങളായിട്ടുള്ള എല്ലാ റെക്കോർഡും എടുത്ത് അങ്ങനെ നിൽക്കുന്നൊരു അവസരത്തിൽ നിങ്ങൾ പോവാം. അപ്പം ഞങ്ങൾ സമ്മതിച്ചു തരാം. അല്ലാതെ അവിടെ നിന്ന് ഈ വായ്ത്താളടിച്ച് സകല ഇൻ്റർവ്യൂവിലും കയറി നിന്നിട്ട് അത് റിഗ്ഡാണ്, ഇത് റിഗ്ഡാണ്, അവർ പെനാൽറ്റി കൊടുത്തിട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ 4 കൊല്ലം അവർ മെയിനായിട്ട് പറഞ്ഞിരുന്ന ഒരു റീസണാണ് കുറേ പെനാൽറ്റി കൊടുത്തിട്ടാണ് വേൾഡ് കപ്പ് അടിച്ചതെന്നുള്ളത്. അത് ഇന്നത്തോടെ തീർന്നു. പുള്ളിയുടെ ഹേറ്റേഴ്സ് എന്തുകൊണ്ടാണ് ഇത് റിഗ്ഡാണ് അല്ലെങ്കിൽ പുള്ളി നേടിയെടുക്കുന്നതിനൊക്കെ എഗെയിൻസ്റ്റ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതായത് ഈ പുള്ളിക്കാരന് ഇതൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, ഈ ഒരു പ്രിവിലേജ് കിട്ടിയിട്ടുണ്ടാവില്ല. സോ ഇതൊക്കെ കൊച്ചാക്കി കാണണം, ഇതിനൊക്കെ ചെറുതാക്കി കാണണം. അല്ലെങ്കിൽ ഇതൊരു ബാധ്യതയാവും, നേടിയെടുക്കേണ്ടതായിട്ട് വരും. ഫാൻസിന്റെ മുന്നിൽ ഇതില്ലെങ്കിൽ ഒരു കുറവായിട്ട് മാറും. അപ്പോൾ ഇവരിതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ വേൾഡ് കപ്പ് കൂടെ മെസ്സി എടുത്താൽ ഇവരെന്ത് ചെയ്യുക? എനിക്കത് ആലോചിക്കാൻ വയ്യ. മെസ്സി ഇപ്പോൾ പറയില്ല, ഇന്നത്തെ ഈ ഹാർട്ട് ട്രിക്ക് എന്ന് പറയുന്നത് തന്നെ ഇവരിനി അടുത്ത 4 കൊല്ലത്തേക്ക് കയറാനുള്ള വകുപ്പായി. മെസ്സിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? മെസ്സി ചെയ്യുന്ന കാര്യങ്ങളിൽ മെസ്സിയെ വെറുക്കാൻ തുടങ്ങിയാൽ മെസ്സി വെറുക്കാനുള്ള കാരണങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഇതൊക്കെ നിങ്ങൾ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ മാജിക് എന്ന് പറയുന്നത്. അതാണ് ഏത സാധനം.